സ്ഫടികം സിനിമ ഇറങ്ങിയ കാലം തൊട്ട് സാധാരണക്കാരായ മലയാളികളുടെ ഫാഷൻ സങ്കല്പത്തിൽ കൂളിംഗ് ഗ്ലാസിനും വലിയൊരു സ്ഥാനം വന്നു തുടങ്ങി. ഫാഷൻ ലോകത്തിൻ്റെ പോലും പര്യായമായി മാറിയ റേബാൻ്റെ ചരിത്രം തുടങ്ങുന്നത് പക്ഷേ അത്തരമൊരു മേഖലയിൽ നിന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ റേബാൻ ഗ്ലാസിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 1800കളുടെ അവസാന കാലം ന്യൂയോർക്കിലെ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു ജോൺ ജേക്കബ് ബോഷ് എന്ന കണ്ണട നിർമ്മാതാവ്. തികച്ചും യാദർച്ഛികമായാണ് നിലത്തു കിടന്ന ഒരു റബ്ബർ കഷ്ണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് കരുതി ആ റബ്ബർ കഷ്ണം അദ്ദേഹം കയ്യിലെടുത്തു. അക്കാലത്ത് മാൻകൊമ്പോ ആമത്തോടോ സ്വർണമോ ഉപയോഗിച്ചാണ് കണ്ണടയുടെ ഫ്രെയിം നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമായിരുന്നു. ജേക്കബ് ബോഷ് ഒരു പരീക്ഷണം നടത്തി നോക്കി. കണ്ണടയ്ക്ക് റബ്ബർ മുറിച്ച് ഫ്രെയിം ഉണ്ടാക്കി നോക്കി അദ്ദേഹം. ഇത് വിജയിക്കുകയും ചെയ്തു. വില കുറച്ച് കണ്ണടകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ജോൺ ജേക്കബ് തൻ്റെ സുഹൃത്ത് ഹെൻറിയുമായി ചേർന്ന് ഒരു കമ്പനി ആരംഭിച്ചു. കണ്ണട നിർമ്മാണമാണ് ആദ്യം ലക്ഷ്യം വെച്ചതെങ്കിലും പിന്നീട് മൈക്രോസ്കോപ്പ്, ദൂരദർശിനി ക്യാമറയിലേക്ക് ആവശ്യമായ ലെൻസുകൾ, പ്രൊജക്ട് ലെൻസുകൾ തുടങ്ങിയവയെല്ലാം നിർമ്മിച്ച് നൽകാൻ ഇവർ തുടങ്ങി. അങ്ങനെ ഇവരുടെ കമ്പനി ലെൻസ് നിർമ്മാണത്തിൽ പ്രശസ്തി നേടി. ആ സമയത്ത് ഡ്യൂട്ടിയിലും അല്ലാതെയുമുള്ള പൈലറ്റുമാരുടെ കണ്ണുകളെ സൂര്യനിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒപ്റ്റിക്കൽ ഗ്ലാസുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അമേരിക്കൻ സൈന്യം. ജീവനക്കാർക്ക് വിമാനം പറപ്പിക്കുമ്പോൾ സൂര്യരശ്മികൾ കണ്ണിലേക്ക് അടിച്ച് തലവേദനയും കണ്ണുവേദനയും ഉണ്ടാകുന്നുവെന്ന് പൊതുവെ പരാതി ഉയർന്നിരുന്നു. ഇതിന് പരിഹാരം തേടി അമേരിക്കൻ സേന ജോൺ ജേക്കബിനെയും ഹെൻറിയെയും സമീപിച്ചു. അങ്ങനെ 1936 കമ്പനി പുതിയ തരം ലെൻസ് ഉപയോഗിച്ച് സൂര്യരശ്മികളെ തടയുന്ന കണ്ണട കണ്ടുപിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രം. റേബാൻ അതിൻ്റെ ആദ്യ ഡിസൈനായ ഏവിയേറ്റർ സൺഗ്ലാസുകൾ പുറത്തിറക്കി. വളരെ ഭാരം കുറഞ്ഞതും ഉറപ്പുള്ളതുമായിരുന്നു ഈ സൺഗ്ലാസുകൾ. ആൻറ്റി ഗെയർ ലെൻസുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സൺഗ്ലാസായി ഇത് മാറുകയും ചെയ്തു. റേബാനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്തെന്നാൽ അതിൻ്റെ പേര് എങ്ങനെ വന്നു എന്നതാണ്. അൾട്രാവയലറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പ്രകാശകിരണങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ഈ ഗ്ലാസുകളുടെ കഴിവിൽ നിന്നാണ് റേബാൻ എന്ന പേര് അവയ്ക്ക് ലഭിച്ചത്. റേബാൻ ഏവിയേറ്ററുകൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ എയർകോർപ്സ് പൈലറ്റുമാർക്കുള്ളതായിരുന്നു. ഇവർക്ക് സൂര്യരശ്മികളിൽ നിന്ന് കണ്ണുകൾ സംരക്ഷിക്കാൻ സൺഗ്ലാസുകൾ ആവശ്യമായിരുന്നു. ആൻറ്റി ഗ്ലെയർ ലെൻസിനൊപ്പം ഭാരം കുറഞ്ഞ സ്വർണം പൂശിയ ലോഹ ഫ്രെയിമായിരുന്നു ആദ്യത്തെ റേബാൻ ഗ്ലാസിന് ഉണ്ടായിരുന്നത്. ഏവിയേറ്റർ ഗ്ലാസ് എന്ന പേരിലാണ് അമേരിക്കൻ വ്യോമസേനയ്ക്കിടയിൽ ഈ റേബാൻ അറിയപ്പെട്ടത്. നിരവധി അപ്ഡേറ്റുകളോടുകൂടി ഇന്നും റേബാൻ ഫാഷൻ ലോകത്തെ ഒരു ലക്ഷറി ഐറ്റമായി നിലകൊള്ളുകയാണ്. മെറ്റ കമ്പനി വിൽക്കുന്ന റേബാൻ സ്മാർട്ട് ഗ്ലാസസിന് ഇപ്പോൾ സ്മാർട്ട് ഫോണിനെ മീഡിയമാക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പുതിയ കാലത്തിൻ്റെ സാങ്കേതിക സാധ്യതകൾക്കൊപ്പം അപ്ഡേറ്റഡായി ഇപ്പോഴും റേബാന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.